നമ്മൾ അബ്രോഡ് വർക്ക് ചെയ്യുന്ന മലയാളികൾക്കും ഒട്ടുമിക്ക പേർക്കും ഒരു ജോലി കിട്ടാത്തത് അല്ലെങ്കിൽ കരിയറിൽ അഡ്വാൻസ് ചെയ്യാൻ പറ്റാത്തതിന് മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ഇംഗ്ലീഷ് അറിയാത്തതാണ്. ഇന്ന് എൻ്റെ കമ്പനിയിൽ ഒരു ക്രിയേറ്റീവ് ഡിസൈനർക്ക് ഹയർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആൻഡ് ഐ റിയലി വാണ്ടഡ് ടു ഹയർ ഹിം, കാരണം അവൻ്റെ സ്കിൽസും അവൻ്റെ പോർട്ട്ഫോളിയോ ഒക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ അവൻ ഇൻ്റർവ്യൂക്ക് വന്നപ്പോൾ ഫുള്ള് ബബ്ബായിപ്പോയി. ഐ ഡിഡ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞ് സ്റ്റക്കായിപ്പോയി. പിന്നെ ഞാൻ എൻ്റെ ക്രിയേറ്റീവ് ഹെഡിനോട് ചോദിച്ചു നമുക്ക് അവനെ എടുക്കാൻ പറ്റുമോ. പുള്ളിയോട് പറയാം ഇജാസ് ഹി ഡിഡ്ന്റ് ഈവൻ നോ ദ ബേസിക് ഇംഗ്ലീഷ്. നമ്മൾ എങ്ങനെ അവനെ എടുക്കുക? ഹി വോണ്ട് ബി ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതർ ടീം മെമ്പേഴ്സ്. ബാക്കിയുള്ള എല്ലാവരും മലയാളം സംസാരിക്കുന്നവരല്ലല്ലോ. നമ്മുടെ മലയാളികളുണ്ടല്ലോ നന്നായി ടെക്നിക്കൽ സ്കിൽസും ടെക്നിക്കൽ നോളജും ഉള്ള ആൾക്കാരാണ്. ബാക്കിയുള്ളവരുടെ പോലെ നോർത്ത് ഇന്ത്യൻസിൻ്റെ പോലെ പൊളിറ്റിക്സ് കളിച്ചിട്ട് വളർന്നവരും അല്ലെങ്കിൽ യൂറോപ്യൻസിൻ്റെ പോലെ പാസ്പോർട്ടിൻ്റെ സ്ട്രെങ്ത് വെച്ച് വളർന്നവരല്ല. പക്ഷെ നമുക്ക് ഈ ബേസിക് ഇംഗ്ലീഷ് ഇല്ലാത്ത കാരണം കേരളത്തിൻ്റെ പുറത്ത് എവിടെ ജോലി ചെയ്യുമ്പോഴും നമ്മൾ സ്റ്റക്കായി പോകുന്നുണ്ട് കുറേ പേര് അവരുടെ കരിയറിൽ അഡ്വാൻസ്മെൻറ്റിൽ. ഇതിൻ്റെയൊക്കെ ഒരു മെയിൻ റീസൺ നമ്മൾ തന്നെയാണെന്ന് ആലോചിക്കുമ്പോഴാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. നമ്മളീ മലയാളികൾക്ക് എങ്ങനെയും ഒരു ജോലി കിട്ടിയാൽ തന്നെ അവർ ഫസ്റ്റ് ചെയ്യുന്ന പരിപാടി എന്താ പറയുക, ഓഫീസിൽ മലയാളി ഗ്യാങ് കണ്ടുപിടിക്കും. എന്നിട്ട് ആ മലയാളി ഗ്യാങ്ങിനായിട്ട് ഫുഡ് അടിക്കാൻ പോകും, കറങ്ങാൻ പോകും. എന്നിട്ട് എത്രത്തോളം വഷളാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അവസാനം HR-ന്റെ മെയിൽ വരും, പ്ലീസ് ട്രൈ ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് വിത്തിൻ ദി ഓഫീസ് പ്രമൈസസ്. എന്നാലും നമ്മൾ മാറ്റൂല. ഇപ്പോൾ അടുത്ത് നമ്മളൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അങ്ങോട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഗ്രൂപ്പിൽ ആൾക്കാർ വന്ന് ചോദിക്കുന്നത് മലയാളം യൂട്യൂബ് ചാനൽസിന് ഷെയർ ചെയ്യുമോ, മലയാളം കോഴ്സസിന് ഷെയർ ചെയ്യും. യൂട്യൂബ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലുള്ള എല്ലാ ടെക് പ്ലാറ്റ്ഫോംസും ഇംഗ്ലീഷിലാണ്. പിന്നെ എന്തിനാണ് നിങ്ങൾ മലയാളത്തിൽ പഠിക്കുന്നത്? ഈ ഒരു മൈൻഡ് സെറ്റ് ഫസ്റ്റ്ലി ബിൽഡ് ചെയ്ത കാരണമാണ് നമുക്ക് അവസാനം ഇംഗ്ലീഷ് സംസാരിക്കാൻ ബുദ്ധിമുട്ട് വരുന്നത്. ഞാൻ പറയുന്നത് എനിക്കിപ്പോഴും നിങ്ങളായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് മലയാളം പറയുമ്പോൾ സുഖം അത് ഇംഗ്ലീഷ് പറഞ്ഞാൽ കിട്ടൂല. എനിക്ക് ഇത്ര ഇമോഷണലായിട്ട് പറയണമെങ്കിൽ എനിക്ക് മലയാളത്തിൽ തന്നെ പറയണം. But the thing is, it is that important to know a basic English so that you are able to communicate with other people who doesn't know Malayalam. And that happens when you go out of Kerala. ഇനീഷ്യലി ഞാൻ വന്നപ്പോഴും എനിക്ക് ഇംഗ്ലീഷ് അടിപൊളിയൊന്നും ആയിരുന്നില്ല. ഈവൻ മറ്റുള്ളവരെ സംസാരിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് തെറ്റ് പറ്റുമെന്ന് ആലോചിച്ചിട്ട് ഞാൻ സംസാരിക്കുന്നില്ല. പക്ഷെ ഇൻറ്റൻഷണൽ എഫേർട്ട് ഇട്ട് നമ്മൾ ആ ഒരു ചടപ്പിൽ നിന്ന് പുറത്തേക്ക് വന്ന് സംസാരിച്ച് മാത്രമേ ഇത് റെഡിയാവുള്ളൂ. ഈ മലയാളി ഗ്യാങ്ങിനെ കണ്ടുപിടിച്ച് അങ്ങനെ ഒതുങ്ങി പോകാനാണ് ചെയ്യേണ്ടല്ലോ, ഒരിക്കലും ഇമ്പ്രൂവ് ആവില്ല.